പൊതുവേ ഇപ്പൊ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ആ സിനിമയിൽ സൈജു കുറുപ്പിന്റെ സിസ്റ്ററിന്റെ വേഷം ആയിരുന്നു ആയിരുന്നു ആ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പൊ സിറ്റ്കോം ആണ് ഇപ്പൊ ഇവിടെ അതെ അതെ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷെ ഇപ്പോഴത്തെ എനിക്കറിയില്ല, എനിക്ക് പണ്ട് സിനിമയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമ ഇപ്പൊ ഞാൻ പാപ്പച്ചനൊളിവിലാണ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ആ അവിടെ. അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നും അഭിനയിക്കണ്ട, അങ്ങനെയാണ്. പിന്നെ അയ്യറിന്റെ അറബി അത് ചെയ്തപ്പോഴും ഇവിടുത്തെ പോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ ആയിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ. നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീത്തു ജോസഫിന്റെ ഒരു ആ മൂവിയും കൂടി വരാൻ പോകുന്നു വരാനുണ്ട്. എന്നുള്ളത്. ഏതാണത്? നുണക്കുഴി. ആ അത് വലിയ ക്യാരക്ടറൊന്നും അല്ല. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം, സാറ് ഇങ്ങനെ ഇത് നമ്മുടെ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളൊരു രശ്മി ആർട്ടിസ്റ്റ് ആണ്, അവളെ കാണിച്ചിട്ട് ഇയാളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ്. ഓക്കെ. അപ്പൊ അത് എത്ര ഒരു പാസിംഗ് ആണെങ്കിലും നമുക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. എത്ര വർക്ക് വേറെ ഏതെങ്കിലും വർക്ക് വന്നാലും സാറിന്റെ ഒരു പടത്തിലൊക്കെ ഒരു ചെറിയൊരു ക്യാരക്ടറിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ. അവിടെ ചെന്നപ്പോ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമായി. സാറ് മോളും ഉണ്ടായിരുന്നു. അപ്പൊ മോള് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ സ്കിറ്റുകളൊക്കെ അച്ഛൻ ഈ കണ്ടത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും, എന്നിട്ട് നമ്മളെ വിളിക്കും, വീണ്ടും വാ വാ എന്ന് പറഞ്ഞ് വിളിക്കും, അങ്ങനെ കാണും, നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞു ഒറ്റ ഷോട്ടിലൊക്കെ തന്നെ ഓക്കെ ആയപ്പോ ഞാൻ സാറിനോട് ചോദിച്ചു, സാറെ ശരിയായോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ ശരിയായി, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുപ്പിക്കത്തില്ല. പറഞ്ഞു നിങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് സമാധാനമാണ്, ഒട്ടും സ്ട്രെയിൻ ഇല്ല എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ കേട്ടപ്പം ഭയങ്കര ഒരു സന്തോഷം വന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഡാൻസ് ആണ് ആണ്. മെയിൻ, ഒരു അല്ലെങ്കിൽ ഡാൻസിലൂടെ ആണ് വന്നതെന്ന് വേണമെങ്കിൽ അതെ പറയാം അതെ അല്ലേ? അതെ അതെ. അപ്പോ ഇപ്പം ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ അറിയാലോ. ഇപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പൊതുവെ ഇപ്പൊ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതും കൂടെ ഒരു അല്ല, സമയമാണ്. ഞാനൊക്കെ 3 വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. ആ അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പെൺപിള്ളേരാണ്, സാധാരണ ഫാമിലിയാണ്. അപ്പൊ ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നോണ്ടായിരിക്കും ഒരു സാറുമാരും അത്ര വലിയ ഭീകരമായിട്ടുള്ള പൈസയൊന്നും എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഉം. ഇപ്പൊ എന്നെ 10ാം ക്ലാസ്സിൽ അനിൽ മാഷ് മരിച്ചു, എന്നെ 10ാം ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനിൽ മാഷ്, ആർലി സാറായിരുന്നു. രാമകൃഷ്ണൻ മാഷൊക്കെ ഉം. പഠിച്ചിട്ടുണ്ട്. ഉം. ഞാനും അവിടുന്ന് പഠിച്ചിറങ്ങിയ ഓ ആളാണ്. അത് ശരി, ഗ്രേറ്റ്. ഞാനും അവിടുന്ന് BA യും MA യും കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ജില്ലയിലും ഓരോ കുട്ടികൾ വേണം. അതൊക്കെ ഈ മാഷുമാരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഓക്കെ. അന്ന്. അപ്പൊ ഇങ്ങനെ ഞാൻ ദേവിചന്ദനയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ ഡാൻസിന് ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ അമ്മച്ചി പറഞ്ഞു, അയ്യോ അവളെ മത്സരത്തിലൊന്നും ഇറക്കാൻ, അന്ന് ഇതുപോലെ CD അല്ല, നമുക്ക് ഓർക്കസ്ട്രയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പൈസ വേണം. അപ്പൊ നമ്മൾ അയ്യോ അതിനുള്ള പൈസ ഒന്നുമില്ല. പറഞ്ഞു എനിക്ക് 10 പൈസ തരണ്ട, അവർക്കുള്ള പൈസ, മേക്കപ്പിനുള്ള ഡ്രസ്സ്, പാട്ടുകാർ അവർക്കുള്ള പൈസ മാത്രം മതി, അങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിച്ചുള്ള എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്. ഇതുപോലുള്ള ടീച്ചേഴ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ല, ഞാന് ഏതൊരു സൗമ്യയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും, അല്ലെങ്കിൽ വായിച്ചതാണോന്ന് അറിയത്തില്ല, അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുമായിട്ടാണ് അവിടെ സ്റ്റേജിൽ കയറാനായിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. അപ്പൊ അതായത് ഒരു സ്റ്റേജിൽ ചെന്നപ്പോ അനിയനും ചേച്ചിയും അവര് സഹോദരങ്ങൾ തമ്മിൽ കളിക്കാൻ സമ്മതിച്ചു, അത് നിങ്ങളെ സമ്മതിച്ചില്ല എന്നുള്ളൊരു സംഭവം. സ്കൂളിൽ അത് പണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മുടെ സ്കൂളിലൊന്നും ഇങ്ങനെ ഈ ആണും പെണ്ണും അങ്ങനത്തെ അല്ല, അങ്ങനെ ഇപ്പോഴും ഈ ഇല്ല. പറയുന്ന പോലെ ഓരോ വിവേചനങ്ങളാണല്ലോ, അല്ല കറുപ്പ് അത് വെളുപ്പ്. പക്ഷെ അപ്പൊ അപ്പൊ ഞങ്ങൾ അന്ന് ചെറുതിലെ എൻ്റെ കൂടെ മെയിനായിട്ട് എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അവിടങ്ങളിലുള്ള അമ്പലങ്ങളിലും ഒക്കെ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പലങ്ങളിലും അവിടെ ക്ലബ്ബുകളിലൊക്കെ പോയി കളിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ സ്കൂളില് നമ്മുടെ പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും അതെ. അവരുടെ കയ്യടിയും ഒക്കെ ഒരു ഭയങ്കര ഒരു ഹരമാണല്ലോ അന്ന്, ചെറുതാണെങ്കിൽ കൂടി. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പാരന്റ്സിൽ നിന്ന് ചോദിക്കും, ഇവരെ രണ്ടുപേരും കൂടെ ഗ്രൂപ്പ് ഡാൻസിന് കളിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല. പിന്നെ ആനിവേഴ്സറിക്ക് ആണെങ്കിൽ പോലും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ അവിടെ കളിപ്പിക്കത്തില്ല. ഇപ്പൊ സ്കൂളുകളിലൊക്കെ മാറി. പക്ഷെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡാൻസ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇല്ല കളിക്കാൻ, ഞങ്ങൾ അതെ. സിംഗിൾ ഡാൻസിനേ ഉള്ളു സ്കൂളിലാണ്. ഉം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുമ്പോ ഞാനൊക്കെ യൂണിഫോം ഒക്കെ ഡാൻസ് ക്ലാസിക്കൽ കളിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന വേഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കുമ്പോ അവര് കയറി കളിക്കുന്നു. അവര് ഇതാണ് ബ്രദറും സിസ്റ്ററും ആണ്. ഓക്കെ. സിസ്റ്റമാണ്. അപ്പൊ അവര് കളിച്ചപ്പോ അപ്പം
ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ അമ്മയൊക്കെ പോയി പറഞ്ഞു അന്നെങ്കിൽ ഞങ്ങളെയും കൂടെ കളിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കയറി കളിച്ചു. അന്നത്തെ ഒരു അന്ന് ഞങ്ങൾ ഭയങ്കര ഒരു ഭയങ്കര ഡിസ്കോ അങ്ങനത്തെ പാട്ടൊക്കെ ആട്ടാ കളിച്ചത്. അപ്പൊ ഒരു ഭയങ്കര അതിൻ്റെയൊക്കെ ഒരു കയ്യടി ഇങ്ങനെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങിയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും മറക്കാൻ പറ്റില്ല. അത് ഇവിടെ ഞാൻ വേറൊരു സ്കൂള് ഒരു ഇന്റർവ്യൂവിൽ കാണിച്ചായിരുന്നു നമ്മുടെ. അപ്പൊ ആ സ്കൂള് കാണിച്ചപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്.